കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച രാസവസ്തു കലർത്തിയ പാൽ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി. പന്തളത്തെ അഗ്രി സോഫ്റ്റ് ഡയറി ഫാമിലേക്ക് കൊണ്ടുവന്ന പാലാണ് ക്ഷീരവികസന വകുപ്പ് പിടിച്ചെടുത്തത്. പാലിൽ മായം ചേർക്കുന്നത് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ന്യൂസ് 18നോട് പറഞ്ഞു. ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തിയ 15,300 ലിറ്റർ പാലാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. പുലർച്ചെ 5:30 ക്ഷീരവികസന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന. തമിഴ്നാട് തെങ്കാശിയിലെ അഗ്രി സോഫ്റ്റ് ഡയറിയിൽ നിന്ന് അവരുടെ പന്തളത്തെ പ്ലാന്റിലേക്ക് കൊണ്ടുവരികയായിരുന്നു മായം കലർത്തിയ പാൽ. കൂടുതൽ സമയം കേടാവാതെ സൂക്ഷിക്കാനാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം പിടിച്ചെടുത്ത പാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറി. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും പരിശോധന കൂടുതൽ ശക്തമാക്കിയതായും ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ന്യൂസ് 18നോട് പറഞ്ഞു. കർശനമായ നടപടികൾ ആരോഗ്യ വകുപ്പും നമ്മുടെ ക്ഷീരവികസന വകുപ്പും എടുക്കുമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. ആ നിലയിലേക്ക് പോകണം. കാരണം ഇത്തരത്തിലുള്ള പാല് നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഉപയോഗിക്കത്തക്ക നിലയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് ഈ നല്ല പാല് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മായം ചേർത്ത പാൽ പിടിച്ചെടുത്താൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാണ്. പാൽ തിരിച്ചയക്കാതെ നശിപ്പിക്കണമെന്നാണ് ക്ഷീരവികസന വകുപ്പിന്റെ ആവശ്യം. അതിർത്തികളിൽ കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ അനുവദിക്കണമെന്ന് ധനവകുപ്പിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. വയനാട്ടിൽ വീട്ടമ്മയ്ക്ക് മുതലയുടെ ആക്രമണത്തിൽ പരിക്ക്. പനമരം പരക്കുനിപ്പുഴയിലാണ് യുവതിയെ മുതല ആക്രമിച്ചത്. യുവതിയുടെ കൈക്കും പരിക്കേറ്റു. എറണാകുളം കാലടിയിൽ ചാരായം വാറ്റുന്നതിനിടെ സ്ത്രീ പിടിയിലായി. മലയാറ്റൂർ ഇല്ലിത്തോട് സ്വദേശിനി സുനിതയാണ് എക്സൈസ് പിടിയിലായത്. വീടിന്റെ അടുക്കളയിൽ ചാരായം വാറ്റുന്നതിനിടെയായിരുന്നു പരിശോധന. 5 ലിറ്റർ ചാരായം, 150 ലിറ്റർ വാറ്റുപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തു. കൊല്ലം അഷ്ടമുടിക്കായലിലെ കണ്ടൽക്കാട്ടിൽ ഫൈബർ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു. മനുഷ്യവാസമില്ലാത്ത ചെറുതുരുത്തുകളിലാണ് ഫൈബർ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത്. നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പരാതിയുമായി രംഗത്തെത്തിയതോടെ റവന്യൂ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. നീണ്ടകര പാലത്തിനു സമീപം ശക്തികുളങ്ങര തെക്കുംഭാഗം പ്രദേശത്തെ കണ്ടൽക്കാട്ടിലാണ് തീയിട്ടത്. ഫൈബർ ബോട്ടുകൾ പൊളിക്കുന്ന കമ്പനികൾ രാത്രികാലങ്ങളിലാണ് അവശിഷ്ടങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത്. ഇതിന് തീയിട്ടതോടെ കണ്ടൽക്കാട് കത്തി നശിച്ചു. ഒപ്പം കായലും മലിനമായി. ഇത് കത്തിക്കുന്നത് മൂലം നമ്മൾ അഷ്ടമുടി കായലിന്റെ മലിനീകരണമാണ് കാണിക്കുന്നത്. കാര്യം ഇതിന്റെ വേസ്റ്റുകളെല്ലാം ഒഴുകി വരുന്നത് അഷ്ടമുടി കായലിലോട്ടാണ്. കൂടാതെ ഈ കണ്ടൽ ചെടികൾ നശിക്കുന്നത് മൂലം നമ്മുടെ ആവാസ കേന്ദ്രങ്ങൾ, മത്സ്യ കുഞ്ഞുങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ വരെ നശിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അത് അടിയന്തരമായിട്ട് ഇത് നമ്മൾ മുൻപ് ഒരു പ്രാവശ്യം കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അത് നിർഭാഗ്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. പ്രദേശമാകെ പുക പരന്നതോടെ ശ്വാസതടസ്സം നേരിട്ട മത്സ്യത്തൊഴിലാളികൾ പരാതിയുമായി രംഗത്തെത്തി. ഇതോടെ കൊല്ലം തഹസിൽദാർ അന്വേഷണം ആരംഭിച്ചു. ശക്തികുളങ്ങര വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഇതിപ്പം എൻ്റെ സുപ്പീരിയർ ഓഫീസർ തഹസീൽദാരാണ്, താലൂക്ക് കൊല്ലം തഹസീൽദാരാണ്. അവർക്ക് റിപ്പോർട്ട് കൊടുക്കും. തെക്കുംഭാഗം വില്ലേജ് ആയതുകൊണ്ട് കൂടുതൽ റിപ്പോർട്ട് നൽകേണ്ടത് തെക്കുംഭാഗം വില്ലേജ് ഓഫീസറാണ്. പിന്നെ ഇത് കളക്ടറുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് അവിടെ കൊടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ 2 വർഷവും സമാന രീതിയിൽ കണ്ടൽക്കാടിന് തീയിട്ടിരുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇടപെട്ടെങ്കിലും കർശന നടപടികളുണ്ടായില്ല. ഇതോടെയാണ് വർക്ക്ഷോപ്പ് നടത്തിപ്പുകാർ വീണ്ടും ഫൈബർ മാലിന്യം തള്ളിയത്. ന്യൂസ് 18 കൊല്ലം. കൊല്ലം നെടുമ്പായിക്കുളത്ത് കൈവരി തകർത്ത് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊല്ലം സ്വദേശികളായ 3 പേരാണ് കാറിലുണ്ടായിരുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിലാണ് കാർ വീണത്. ആശുപത്രിയുടെ ഗേറ്റും മതിലും തകർന്നു. കണ്ണൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1338 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടി. ദോഹയിൽ നിന്ന് വന്ന വയനാട് സ്വദേശി മുഹമ്മദ് സലീലിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. പിടിച്ചെടുത്ത സ്വർണത്തിന് 73 ലക്ഷത്തിലധികം രൂപ വില വരും.
കണ്ണൂർ ആലപ്പടമ്പ് കരിയാപ്പിലെ ജനകീയ സമരസമിതിയുടെ സമരപന്തൽ കത്തിച്ചു. ഇന്നലെ അർദ്ധരാത്രി അജ്ഞാത സംഘമാണ് സമരപന്തലിന് തീയിട്ടത്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ മത്സ്യ സംസ്കരണ യൂണിറ്റിനെതിരെ പ്രദേശത്ത് ജനകീയ സമരം ശക്തമാണ്. സമരസമിതി നേതാവ് ജോബി പീറ്ററിനെ CPM ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയത് വിവാദമായിരുന്നു. മലപ്പുറം കൊണ്ടോട്ടി അന്തിയൂർ കുന്നിൽ സ്കൂൾ ബസ് ബൈക്കിനുമേൽ മറിഞ്ഞ് അപകടം. പുളിക്കൽ നോവൽ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരമല്ല. ബൈക്ക് യാത്രക്കാരനും ഒപ്പമുണ്ടായിരുന്ന കുട്ടിക്കും പരിക്കുണ്ട്. അതിശൈത്യത്തിൽ മൂന്നാർ. ശൈത്യകാല സീസണിൽ ആദ്യമായാണ് താപനില -ഡിഗ്രിയിലെത്തിയത്. മഞ്ഞുമൂടിയ പുൽമേടുകൾ കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് മൂന്നാറിൽ. കന്നിമല, ചെണ്ടുവാര, ചിറ്റുവാര, എലപ്പെട്ടി, ലക്ഷ്മി, സെവൻമല, ലോക്കാട് എന്നിവിടങ്ങളിലാണ് താപനില -ഡിഗ്രിയിലെത്തിയത്. സാധാരണ ഡിസംബർ ആദ്യം തന്നെ താപനില -ഡിഗ്രിയിലെത്തും. ഇക്കുറി അല്പം വൈകി. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ വട്ടവടയിലെ കൃഷിയിടങ്ങളും മഞ്ഞിൽ കുളിച്ചു നിൽക്കുകയാണ്. 10 വർഷം മുൻപ് -4 ഡിഗ്രി വരെ താപനില എത്തിയിരുന്നു. ഏതാനും വർഷങ്ങളായി -1 ഡിഗ്രി വരെയാണ് താപനില താഴുന്നത്. വരും ദിവസങ്ങളിലും മഞ്ഞ് പെയ്യുന്ന മൂന്നാറാകും സഞ്ചാരികളെ വരവേൽക്കുക. ന്യൂസ് 18 മൂന്നാർ. കാടിറങ്ങുന്ന വന്യത. തുമ്പിക്കൈ അറ്റുപോയ ഒരു കാട്ടാനക്കുട്ടിയുടെ കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണിനി. അതിരപ്പള്ളി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലാണ് തുമ്പിക്കൈ ഇല്ലാത്ത ആനക്കുട്ടിയെ കണ്ടത്. ഏഴാറ്റുമുഖ മേഖലയിൽ ഇന്നലെ ഇറങ്ങിയ ആനക്കൂട്ടത്തിനൊപ്പമായിരുന്നു ഈ കുട്ടിയാന. മറ്റേതെങ്കിലും മൃഗം ആക്രമിച്ചപ്പോഴാണോ കുടുക്കിൽ കുടുങ്ങി വലിച്ചപ്പോഴാണോ തുമ്പിക്കൈ അറ്റുപോയത് ആകാമെന്നാണ് നിഗമനം. തൃശൂർ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ജിലേഷ് ചന്ദ്രനാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ആനശല്യത്തിൽ പൊറുതിമുട്ടി കാസർഗോഡ് കാറടുക്കയിലെ കർഷകർ. കാട്ടാനശല്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചു. ദേലമ്പാടി, മുളിയാർ, കാറടുക്ക പഞ്ചായത്തുകളിലെ കർഷകരാണ് ആനപ്പേടിയിൽ കഴിയുന്നത്. കാടിറങ്ങുന്ന ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. ആനകളെ തുരത്താൻ ശാശ്വത പരിഹാരം വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. ജനവാസ മേഖലകളിൽ തമ്പടിച്ച കാട്ടാനകളെ ഉടൻ തുരത്താൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ CPM രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചു. 2 കോടിയോളം രൂപ മുടക്കിയിട്ട് അവിടെ ഫെൻസ് ഉണ്ടാക്കിയത്. പക്ഷേ ഈ ആനയെ അങ്ങോട്ട് തുരത്താതെ ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് CPM തന്നെ സമരം ചെയ്യേണ്ടി വന്നത് ഇതിൻ്റെ ഗൗരവം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന് തന്നെയാണ്. വേറെ ഒരു തരത്തിലും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിച്ച് അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. ആന പ്രതിരോധ വേലി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഏറ്റവും അധികം ജീവനുകൾ നഷ്ടമായിട്ടുള്ളത് ഇടുക്കിയിലെ തോട്ടം മേഖലകളായ ശാന്തൻപാറ, ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തുകളിലാണ്. കലിയിറങ്ങാതെ അലയുന്ന ചില്ലിക്കൊമ്പനാണ് ആനയിറങ്കൽ ജലാശയത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങുന്ന ആനകളിൽ ഏറ്റവും അപകടകാരി. ബത്തേരിയിലെ PM2വിനെ പിടികൂടിയതുപോലെ ചില്ലിക്കൊമ്പനെ മേഖലയിൽ നിന്ന് മാറ്റാൻ നടപടി വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ആവശ്യമുന്നയിച്ച് CCFനും വനം മന്ത്രിക്കും ശാന്തൻപാറ പഞ്ചായത്ത് കത്തയച്ചു. 2 പതിറ്റാണ്ടുകൾക്കിടെ കാട്ടാന ആക്രമണത്തിൽ 40-ലധികം ജീവനുകളാണ് മതികെട്ടാൻ ചോലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ പൊലിഞ്ഞിട്ടുള്ളത്.
കല്യാണി, മുടിവാലൻ, പടയപ്പ തുടങ്ങിയ ഒറ്റയാന്മാരുൾപ്പെടെ 30ഓളം കാട്ടാനകൾ മേഖലയിലുണ്ട്. ഇവയിൽ ഏറ്റവും അപകടകാരിയാണ് ചില്ലിക്കൊമ്പൻ. 6ലധികം ജീവനുകളാണ് ചില്ലിക്കൊമ്പന്റെ ആക്രമണത്തിൽ പൊലിഞ്ഞത്. പകൽ കാട്ടിനുള്ളിൽ കഴിയുന്ന ചില്ലിക്കൊമ്പൻ മിക്ക രാത്രികളിലും തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലെത്തും. വീടുകളും കൃഷിയിടങ്ങളും തകർക്കും. അരിയാണ് ഇഷ്ടഭക്ഷണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പൂപ്പാറയ്ക്ക് സമീപം ശങ്കരപാണ്ഡ്യൻമേട്ടിൽ ആനയുടെ സാന്നിധ്യമുണ്ട്. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ PM2വിനെ മയക്കുവെടി വെച്ച് പിടിച്ചതുപോലെ ശല്യക്കാരനായ ചില്ലിക്കൊമ്പനെ പിടിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട്ടിൽ ചെയ്തതുപോലെ തന്നെ ആനയെ മയക്കുവെടി വെച്ച് വേറെ ഏതെങ്കിലും പ്രദേശത്തേക്ക് ആനകളെ മാറ്റിക്കൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ജീവിക്കുവാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ചില്ലിക്കൊമ്പനെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് ശാന്തൻമാറ പഞ്ചായത്ത് CCFനും വനം മന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. ചില്ലിക്കൊമ്പനെയും കാട്ടാനക്കൂട്ടങ്ങളെയും കൂടാതെ മറ്റ് വന്യമൃഗങ്ങളും ഇവിടുത്തെ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് പതിവാണ്. കൃഷിക്കാർക്കും സാധാരണ ജനങ്ങൾക്കും ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് വന്യമൃഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ന്യൂസ് 18 ഇടുക്കി. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. പിള്ളത്തോട് പാലത്തിനടുത്താണ് 9 കാട്ടാനകൾ ഇറങ്ങിയത്. 9 എണ്ണം. ആ ബാക്കിൽ മുടുക്കാൻ വലുത്. പുലിക്കണ്ണി കാരികുളം കടവു ഭാഗത്തു നിന്നാണ് ആനകൾ ഇറങ്ങിയത്. തുടർന്ന് ഈ ആനകൾ കൊച്ചി മലബാർ റബ്ബർ എസ്റ്റേറ്റിലേക്ക് കയറി. ഇതേ സ്ഥലത്ത് കഴിഞ്ഞ ദിവസവും ആനകൾ ഇറങ്ങിയിരുന്നു. ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ ഒറ്റത്തടിയിൽ തീർത്ത് വിസ്മയമാവുകയാണ് കോതമംഗലം സ്വദേശി സുധൻ. ആനയുടേതുൾപ്പെടെ ആയിരക്കണക്കിന് ശില്പങ്ങൾ ഇതിനോടകം സുധൻ നിർമ്മിച്ചു കഴിഞ്ഞു. വാരപ്പെട്ടി മൈലമൂട്ടിൽ സുധൻ എന്ന 66കാരൻ മരത്തിൽ തന്റെ കലാസബരി തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടു. സ്കൂൾ പഠനകാലത്ത് 13-ാം വയസ്സിൽ കൗതുകത്തിന് തുടങ്ങിയ ശില്പനിർമ്മാണം 66-ാം വയസ്സിലും ഇദ്ദേഹം തുടരുകയാണ്. തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ സുധൻ ശില്പനിർമ്മാണത്തിന്റെ സൗകര്യത്തിനായിട്ടാണ് വാരപ്പെട്ടിയിൽ താമസിക്കുന്നത്. ആനപ്രേമികളുടെ ഇടയിൽ സുധന്റെ ശില്പത്തിന് ഡിമാൻഡ് ഏറെയാണ്. 1.25 ടൺ ഭാരവും 5.5 അടി ഉയരവുമുള്ള കൊമ്പനാനയാണ് സുധൻ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ ശില്പം. ഞാൻ പണി പഠിച്ചത് ഒരു 53 വർഷമായി. 13ാമത്തെ വയസ്സിൽ പഠിച്ചാണ്. എനിക്കിപ്പോൾ 56ാമത്തെ വയസ്സാകാൻ പോകുന്നു. 52.5 വർഷം ഞാൻ ഈ ഫീൽഡിൽ തന്നെയുണ്ട്. ഒരുപാട് പണികൾ ചെയ്തു. ക്രാഫ്റ്റ് എല്ലാം ചെയ്യും. ഫർണിച്ചർ കാർവിങ് ചെയ്യും. മെയിനായിട്ട് തടിയിൽ ആന ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് കച്ചവടം ആനയാണ്. ആൾക്കാർക്ക് ഇഷ്ടം ആനയാണ്. അതുകൊണ്ട് ആനയിൽ തന്നെ നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈട്ടി, വാഗ, പുളി, കുമ്പിൾ, തേക്ക് തുടങ്ങിയ മരങ്ങളാണ് പ്രധാനമായും ശില്പനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. എല്ലാ ശില്പങ്ങളും ഒറ്റത്തടിയിലാണ് നിർമ്മിക്കുന്നത്. ശില്പനിർമ്മാണം പഠിപ്പിക്കുന്നതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണമെന്നാണ് സുധന്റെ ആഗ്രഹം. ന്യൂസ് 18 കോതമംഗലം. കായംകുളത്ത് തലയിൽ മരം വീണ അബോധാവസ്ഥയിൽ ചികിത്സയിലുള്ള ബംഗാൾ സ്വദേശിക്ക് നാട്ടിലെത്താൻ ഇടപെട്ട് MLA യു പ്രതിഭ. മരം മുറിക്കുന്നതിനിടെ പരിക്കേറ്റ സുഹേൽ ഷേഖിനെ ICU ആംബുലൻസിലാണ് മാൽഡയിലേക്ക് യാത്രയാക്കിയത്. പ്രവാസി വ്യവസായി സജി ചെറിയാനാണ് യാത്രാ ചെലവിനടക്കമുള്ള സഹായങ്ങൾ ഒരുക്കിയത്. 2022 ഡിസംബർ 16-നാണ് ചക്കാല ജംഗ്ഷനിൽ ജോലിക്കിടെ മരത്തിന്റെ ചില്ല ഒടിഞ്ഞ് തലയിൽ വീണ് സൊഹൈലിന് പരിക്കേറ്റത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് തലയോട്ടി ഇളക്കി ശസ്ത്രക്രിയ അടക്കം ചെയ്തെങ്കിലും ബോധം തിരികെ ലഭിച്ചില്ല. 1.5 മാസത്തോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് സൊഹൈൽ ജീവിച്ചത്. ന്യൂറോ വിഭാഗത്തിലെ ചികിത്സയ്ക്ക് ശേഷവും ബോധം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് നാട്ടിലേക്ക് മടങ്ങാനായി ഡോക്ടർ നിർദ്ദേശിച്ചത്. കുടുംബത്തിനൊപ്പം താമസിക്കുന്നതും അവരുടെ പരിചരണവും സൊഹൈലിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും സൊഹൈലിനെ മാൾഡയിലെത്തിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കുടുംബത്തിനില്ലായിരുന്നു. തുടർന്ന് ഇവരുടെ പ്രശ്നം MLAയുടെ വാട്സ്ആപ്പ് റേഡിയോയിലേക്ക് അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ MLA യു പ്രതിഭ പ്രശ്നത്തിൽ ഇടപെട്ടു. ഞങ്ങൾ ആദ്യം മുഖ്യമന്ത്രിക്ക് അയച്ചു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. കളക്ടർക്ക് കൊടുത്തു. പക്ഷേ ഞങ്ങളുടെ മുന്നിലേക്ക് സാറിൻ്റെ ഒരു പെട്ടെന്ന് എന്തോ മനസ്സിൽ തോന്നി. സൈച്ചറിയ സാർ ഈയിടെ 5 പേർക്ക് വീട് വെച്ച് കൊടുത്തല്ലോ. ഞാൻ പിയോട് പറഞ്ഞു സാറിനെ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. എല്ലാം പെട്ടെന്നായിരുന്നു. മാൾഡ വരെ പോകാനുള്ള ആംബുലൻസിന്റെ ചെലവ് തന്നെയായിരുന്നു കുടുംബത്തിന് മുന്നിലുള്ള പ്രതിസന്ധി. ഇതിന് പരിഹാരം കാണാൻ MLA പ്രവാസി വ്യവസായിയായ സജി ചെറിയാനെ സമീപിച്ചു. സഹായിക്കാൻ സജി ചെറിയാനും മുന്നിട്ടിറങ്ങിയതോടെ സുഹൈലിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരമൊരുങ്ങി. നമ്മൾ എയർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ വരുമ്പോൾ ഇത് 2 മണിക്കൂറിന് മേളിൽ എയർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ബാംഗ്ലൂരിൽ ഇറങ്ങി പിന്നെ അവിടെ കഴിഞ്ഞ് 8 മണിക്കൂർ കഴിഞ്ഞ് പോകത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പല ഇതിലും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ആംബുലൻസിലോട്ട് നമ്മൾ തിരിഞ്ഞത്. അങ്ങനെ ആംബുലൻസ് തിരക്കിയപ്പോൾ അവർ റെഡിയാണെന്ന് പറഞ്ഞു.
അങ്ങനെ ബന്ധുക്കൾക്കൊപ്പം സൊഹൈൽ ബംഗാളിലേക്ക് മടങ്ങി. സൊഹൈലിനെ യാത്രയാക്കാൻ MLAയും എത്തി. ന്യൂസ് 18 കായംകുളം. ശബരിമല ഇടത്താവളമായ സത്രത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ സന്ദർശനം നടത്തി. സത്രത്തിന്റെ വികസനത്തിനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. മകരവിളക്കിന് മുന്നോടിയായുള്ള സത്രത്തിലെ ഒരുക്കങ്ങളും സൗകര്യങ്ങളും വിലയിരുത്തുന്നതിനായാണ് മന്ത്രി എത്തിയത്. സത്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് പരിഗണിക്കും. 50ാം വാർഷികം ആഘോഷിക്കുന്ന ഇടുക്കിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സമ്മാനമായി സുവർണ ഭവനം പദ്ധതി. ജില്ലയിൽ 52 വീടുകളാണ് ജില്ലാ പഞ്ചായത്ത് പണി കഴിപ്പിക്കുന്നത്. പഞ്ചായത്തുകൾ നൽകുന്ന മുൻഗണനാ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുക. ഇടുക്കി ജില്ല രൂപം കൊണ്ടതിന്റെ 50ാം വാർഷികത്തിൽ നിരവധി പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. സുവർണഭവനം പദ്ധതിയിലൂടെ ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് ഓരോ വീട് നിർമ്മിക്കും. ആകെ 52 വീടുകളാണ് നിർമ്മിച്ച് നൽകുക. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് വാങ്ങിക്കുന്നത് പഞ്ചായത്തിൽ നിന്നാണ്. ലൈഫിൻ്റെ ലിസ്റ്റിലുള്ളവരുടെയാണ് പരിഗണന കൊടുത്തിട്ടുള്ളത്. 3 വിഭാഗത്തിലുള്ളവർക്കാണ് നമ്മൾ വീട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് SC അല്ലെങ്കിൽ ST അല്ലെങ്കിൽ അതിതീവ്ര ദരിദ്രർ. ഈ 3 ലിസ്റ്റിൽ നിന്ന് പഞ്ചായത്ത് എടുക്കുന്ന ഗുണഭോക്തൃ ലിസ്റ്റ് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് അവരിലേക്കാണ് നമ്മൾ ഈ ധനസഹായം എത്തിക്കുന്നത്. 4 ലക്ഷം രൂപയാണ് ഓരോ സുവർണ ഭവനത്തിനുമായി അനുവദിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ നൽകുന്ന ലിസ്റ്റ് പരിഗണിച്ച് വീട് അനുവദിക്കും. ന്യൂസ് 18 ഇടുക്കി. പുനലൂർ ബോസ് സ്ട്രിംഗ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവാറിന് കുറുകെയാണ് പാലം യാഥാർത്ഥ്യമാവുന്നത്. ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് അച്ചൻകോവിൽ, ചെമ്പനരുവി, മുള്ളുമല ഭാഗങ്ങൾ. ഇവിടെ ശക്തമായ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായതോടെയാണ് ശക്തമായ പാലത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. മുക്കടവ് ആറിന് കുറുകെയാണ് ശക്തമായ ബോസ്ട്രിംഗ് പാലം ഉയരുന്നത്. ആറിന് സ്വതന്ത്രമായി ഒഴുകാൻ കഴിയുന്ന നിലയിൽ മധ്യഭാഗത്ത് തൂണുകളില്ല. ഇരുകരകളിലുമായി 2 തൂണുകളും പാലത്തിൽ നിന്നുയരുന്ന 11 ബീമുകളും ആർച്ചുമാണ് പാലത്തെ ഉറപ്പുള്ളതാക്കുന്നത്. ആർച്ചിന്റെ കോൺക്രീറ്റ് പൂർത്തിയാകുന്നതോടെ 80% നിർമ്മാണവും പൂർത്തിയാകും. ഇതിന്റെ ബോ സ്ട്രിംഗ് ബ്രിഡ്ജ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇത് 50 മീറ്റർ ലെങ്തുള്ള ഒരു ആറിന് കുറുകെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് നടുക്ക് തൂണ് കൊടുക്കുക അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ 2 സൈഡിൽ തൂണുകൾ കൊടുത്ത് ഒരു ആർച്ച് മോഡൽ ചെയ്ത് ഡിസൈൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉറപ്പും ബലവും 2 സൈഡിലേക്കും പിന്നെ ആർച്ചിലേക്കും കൂടാണ് പോകുന്നത്. അത്രയും ഉള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് 50 മീറ്റർ നീളത്തിൽ 2 സൈഡിൽ മാത്രം തൂണ് കൊടുത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ബ്രിഡ്ജ്. 50 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. വാഹനത്തിന് കടന്നുപോകാൻ 7.5 മീറ്റർ വീതിയും 1.5 മീറ്റർ വീതം നടപ്പാതയുമുണ്ട്. മുക്കടവിൽ ഇത് 3ാമത്തെ പാലമാണ് നിർമ്മിക്കുന്നത്. 1970-ൽ പാലത്തിൽ നിന്നും ബസ് ആറ്റിലേക്ക് മറിഞ്ഞതിനാൽ പഴയ പാലം പൊളിച്ച് നിലവിലെ പാലം നിർമ്മിക്കുകയായിരുന്നു. പുനലൂർ മുതൽ കോന്നി വരെയുള്ള റീച്ചിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പാലമാണിത്. 220 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കരാറുകാർ. ന്യൂസ് 18 പുനലൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.